അസ്സലാമു അലൈക്കും. നൂനു കിച്ചൺ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന അയില മപ്പാസാണ്. ഇതിലേക്ക് ഞാൻ ഒരു 2 ഉള്ളി വലിയത്, അതുപോലെ തന്നെ തക്കാളി 1, പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയൊക്കെ അതിന് ശേഷം നമ്മൾ ഇതിനുള്ള മസാല ആഡ് ചെയ്യുന്നില്ല. ഇതിൻ്റെ മസാല എന്ന് പറയുന്നത് 2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീർ മുളക് പൊടി, പിന്നെ അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യമുള്ള ഉപ്പ്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അതും കൂടിയിട്ട് വെള്ളം ഒഴിക്കാനാണ്, ടൊമാറ്റോ പേസ്റ്റ് കൂടിയാണ് ഞാൻ ഇതിലേക്ക് പിന്നെ മസാല പിന്നെ ആഡ് ചെയ്യുന്നത്. നമ്മൾ മിക്സ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് തേങ്ങൻ്റെ പാലല്ല, ഇത് തേങ്ങാപ്പൊടി ഒരു 3 ടീസ്പൂണ് നല്ല കട്ടിക്ക് ചെറിയ വെള്ളത്തിൽ വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കട്ടിയിടില്ല. കട്ടിയിൽ ഒഴിച്ച് ഇതിലേക്ക് ആഡ് ചെയ്യും. ഇതാണ് ഞാൻ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മൾ ലാസ്റ്റ് കരിവേപ്പില ഇതൊക്കെ ഇതിലേക്ക് ഇടും. അതിനുശേഷം നമ്മളിത് ആ മസാല നല്ല മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ഇതിലേക്ക് നമ്മളിപ്പോൾ ഉള്ളിയും തക്കാളിയെല്ലാം വാടിയതിന് ശേഷം ഓൾറെഡി വാടിയിട്ടുണ്ട്, അതിലേക്ക് ഇത് ആഡ് ചെയ്യും. ആ മസാല ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലോണം മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം പോയതിന് ശേഷം നമ്മൾ പറഞ്ഞ തേങ്ങപ്പൊടി മിക്സ് ചെയ്തത് ഇതിലേക്ക് ആഡ് ചെയ്യും. അങ്ങനെ അത് നല്ല മിക്സ് ആയിട്ടുണ്ട്. അതിൻ്റെ പച്ചമണം പോയിട്ടുണ്ട്. നമ്മൾ അതിന് ശേഷം ആ തേങ്ങപ്പൊടിൻ്റെ മിക്സ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യണം. അതിനത് നമ്മൾ ആ തേങ്ങാപ്പാലിൻ്റെ തേങ്ങപ്പൊടിൻ്റെ ഇതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നല്ലോണം ചെറിയ തീയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ കുടംപുളിയാണ് ഉപയോഗിക്കുന്നത്. കുടംപുളി കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്യും. ഞാൻ ഇതിലേക്ക് തിളച്ചതിന് ശേഷം അയില ആഡ് ചെയ്തിട്ടുണ്ട്, കുടംപുളി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ലാസ്റ്റ് നമ്മൾ കരിവേപ്പിലയും കടുകും ഒന്ന് വറുത്തിടും. ഓൾറെഡി ഏകദേശം ആയി വരുന്നുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലാസ്റ്റും ഫൈനൽ ചെയ്യേണ്ട കാര്യങ്ങൾ അതൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. സൂപ്പറായിട്ടാണ്, അടിപൊളി. ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയതാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോ, സൂപ്പർ സാധനമാണ്. അങ്ങനെ അയില മപ്പാസ് റെഡി ആയിട്ടുണ്ട്. കടുകും കരിവേപ്പിലയും നമ്മൾ നല്ല വെളിച്ചെണ്ണയിൽ താളിച്ചിട്ടിട്ടുണ്ട്. ഓക്കെ, സൂപ്പറാണ്, ഒരു രക്ഷയില്ല സാധനം. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കാണ് അതിൻ്റെ. ഓക്കെ, ആ പുളിയും കുടംപുളിയും എല്ലാം പിടിച്ചിട്ട് സൂപ്പറാണ്, അടിപൊളിയാണ്. എല്ലാവരും ട്രൈ